hello, welcome to another video. എൻ്റെ അൽഫിയ. ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ അമർത്തുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ്. ഞാൻ ചെയ്യുന്ന മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ്റെ വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് നിർബന്ധമൊന്നുമില്ല. ചിലവർ അത് റൊട്ടീനായിട്ട് കറക്റ്റ് ഫോമിൽ ചെയ്യും, ചിലവർ ചെയ്യില്ല. ചിലവർ സ്കിപ്പാക്കി ജസ്റ്റ് മുഖം വാഷ് ചെയ്തിട്ട് ഒരു ക്രീം ഇട്ടിട്ട് പോകും, ചിലവർ ക്രീം കൂടില്ല. പക്ഷേ മസ്റ്റ്ലി നിങ്ങളൊരു മോയ്സ്ചറൈസർ, ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും എന്ത് ടൈപ്പ് സ്കിന്നാണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഡെയിലി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് മുഖം ക്ലെൻസ് ചെയ്യാണ് വേണ്ടത്. ഞാൻ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡ് സോപ്പാണ്. കുറച്ച് നാളായിട്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പൊട്ടറ്റോ വൈറ്റനിങ് ഏജൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കിയിട്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ സോഫ്റ്റ് ആകാനും വളരെ ഉപയോഗപ്പെടുന്ന ഒന്നാണ് പൊട്ടറ്റോ. അപ്പം ആദ്യം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. നമുക്ക് വാഷ് ചെയ്യാം, നമുക്കിത് വൈപ്പ് ചെയ്യാം. വൈപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുന്ന ടവൽ ഫേസിൽ ഉപയോഗിച്ച് വൈപ്പ് ചെയ്തെടുക്കരുത്. കാരണം നമ്മുടെ ഫേസും ബോഡിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നല്ല, നമ്മുടെ ഫേസിലുള്ള സ്കിന്ന്. ആക്നെ പോലെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന ടവൽ ഫേസിൽ ടച്ച് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് വൈപ്പ് ചെയ്യണം. വൈപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഉരച്ച മുഖം ഒരിക്കലും തുടക്കരുത്. ജസ്റ്റ് വൈപ്പ് ചെയ്തിങ്ങനെ പ്രസ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരിക്കലും ഇങ്ങനെ ഹാഷായിട്ട് ഒരിക്കലും തുടയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ടോണർ. നമുക്ക് ടോണർ അടിക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീ ടോണറാണ്. ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളുടെ എല്ലാം ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രീൻ ടീയുടെ ടോണറാണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ആണ്. നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റ് വർഷങ്ങളോളമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഗുഡ് വൈബ്സിൻ്റെ. ഓക്കെ, നമുക്ക് ടോൺ ചെയ്യാം. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആൻഡ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ അങ്ങ് ലീവ് ചെയ്തേക്കുക. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അത് തുടക്കുകയൊന്നും വേണ്ട. തുടയ്ക്കാതെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അത് ലീവ് ചെയ്തേക്കുക. അത് ഉണങ്ങുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടോണർ ഉണങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം അത് മുഖത്തോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പോഴ്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ടോൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏറ്റവും ബെറ്റർ കുക്കുംബർ ടോണർ ആയിരിക്കും. പോഴ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് തന്നെ ഗുഡ് വൈബ്സിൻ്റെ വിറ്റമിൻ സി സിറമാണ്. ഇത് നല്ല ഒരു സിറമാണ്. ബ്രൈറ്റനിങ് ഫേസ് സിറമാണ്. വലിയ ബ്രൈറ്റനിങ് കാര്യങ്ങളൊന്നും തന്നില്ലെങ്കിലും സ്കിന്നിന് നല്ല സോഫ്റ്റ് ആക്കാനും ഷൈൻ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. വലിയ ബ്രൈറ്റ്നസ് അല്ല, ഒരു സ്മോൾ ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും എപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ. ഇതിൻ്റെ സ്മെൽ വൈസ് നൈസാണ്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. കണ്ണിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഐസ് ഓപ്പൺ ആക്കി വെക്കരുത്. കണ്ണ് നന്നായിട്ട് നീറും. അതുകൊണ്ട് ഒഴിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു വിടുക. അത് എക്സ്പീരിയൻസ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഒഴിച്ചു വിടാവുള്ളൂ. അതർവൈസ് നിങ്ങൾ ഒഴിച്ചു വിടാൻ പാടില്ല. നന്നായിട്ട് നീറും. ഇത് ഉള്ളിൽ പോയ വിറ്റമിൻ സി സിറമാണ്. ഓറഞ്ചിൻ്റെ കണ്ടൻസ് അടങ്ങിയിരിക്കുന്ന സിറം ആയതുകൊണ്ട് കണ്ണ് ഉറപ്പായിട്ട് നീറും. അതുകൊണ്ട് നിങ്ങൾ കണ്ണിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു വിടാതെ ജസ്റ്റ് ഈ ചീക്കിൻ്റെ ഭാഗത്തൂടെ ഒഴിച്ചു വിടുക. ആൻഡ് ഫേസ് ഫുൾ കവറപ്പ് ചെയ്യുക. ദെൻ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ് മോയ്സ്ചറൈസർ ക്രീം. ഞാനിവിടെ എടുത്തേക്കുന്നത് പോൺസിൻ്റെ ലൈറ്റ് വൈറ്റനിങ് ക്രീമാണ്. ഇത് നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ക്രീമാണ്. നമുക്കിത് അപ്ലൈ ചെയ്യാം. ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് സൺക്രീം. സൺക്രീം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും വീട്ടിൽ ഇട്ടുകൊണ്ട് നടക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ വീട്ടിൽ വെയിലടിക്കുന്നില്ല, അങ്ങനെ ചൂടേൽക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൺക്രീം ഉപയോഗിക്കേണ്ട. പക്ഷേ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചൂടടിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശകലം ഇട്ട് കൊടുക്കുക. ഒരുപാട് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം എനിക്ക് അത്ര ഇഷ്ടമല്ല സൺക്രീം ഉപയോഗിക്കുന്നത്. കാരണം ഭയങ്കര കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് PA++ ആണെങ്കിലും SPF കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും അത്രയും അവേഴ്സ്, ഇപ്പോൾ SPF 50 ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത്രയും അവേഴ്സ് ഒന്നും നമുക്ക് എന്താണെങ്കിലും ഇത് ലാസ്റ്റ് ചെയ്ത് തരില്ല. അപ്പം സൺക്രീം ഉപയോഗിക്കാനായിട്ട് ഞാൻ അത്രയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സൺക്രീം അപ്ലൈ ചെയ്യുക. പക്ഷേ വെയിലടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സൺക്രീം അപ്ലൈ ചെയ്യണം. ഒരു പരിധി വരെ സൺ ടാനിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സൺക്രീമിന് പറ്റും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ലോട്ടസിൻ്റെ സൺക്രീമാണ്. ഇത് സേഫ് സൺ ആണ്. ഇത് PA+ SPF 20 ഉള്ളൂ. അതായത് SPF 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 hours ആണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ SPF 50 ആണെങ്കിലും 20 ആണെങ്കിലും അത്രയൊന്നും ശരിക്കും ലാസ്റ്റ് ചെയ്യില്ല. 50 മീൻസ് 5 hours ആണ് നമുക്ക് ലാസ്റ്റ് ചെയ്ത് തരുന്നത്. അത്രയൊന്നും ഒരു സൺക്രീമും തരത്തൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണ് അത് ഉപയോഗിക്കാൻ. അതായത് വെയിലടിക്കും, ടാൻ ആവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കട്ടിക്ക് തന്നെ സൺക്രീം ഇട്ടിട്ട് വേണം വെളിയിലിറങ്ങാൻ. അതുമല്ല 20 മിനിറ്റിന് മുമ്പായിട്ട് സൺക്രീം അപ്ലൈ ചെയ്യണം. അതിന് ശേഷം മാത്രമേ നിങ്ങൾ വെളിയിൽ പോകാവുള്ളൂ. നമുക്കിനി സൺക്രീം ഇടാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖത്തൊരു വൈറ്റനിങ് ആയിട്ട് ഫീൽ ചെയ്യും. അത് ഇതിൻ്റെ ഒരു വൈറ്റനിങ് ആണ് കാണിക്കുന്നത് ഈ സൺക്രീമിൻ്റെ. അതിനാണ് പറയുന്നത് 20 മിനിറ്റിന് ശേഷം നിങ്ങൾ വെളിയിൽ പോകണമെന്ന്. അപ്പോഴത്തേന് ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ആയി സെറ്റായിട്ട് അബ്സോർബ് ആയിട്ടിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. ഇതാണ് ഒരു മോർണിംഗിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ചില സ്കിന്നിന് ഈ ഒരു എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഇനി ചിലവരുടെ സ്കിന്നിൽ ഓയിലി സ്കിന്നാണെങ്കിൽ ഈ സൺസ്ക്രീം ഉപയോഗിച്ച് കഴിയുമ്പം നന്നായിട്ട് ഒന്നുകൂടെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഡ്രൈ സ്കിന്നാണ്, നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പം എനിക്ക് ശരിക്കും ഇത് ഉപയോഗിച്ചിട്ടൊരു ഓയിൽനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് അതൊരു ബെനഫിറ്റ് ആയിരിക്കും. പക്ഷേ ഓയിൽ സ്കിന്നുകാർക്ക് ഒന്നുകൂടെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ ചെറിയൊരു ലൂസ് പൗഡേഴ്സ് അല്ലെങ്കിൽ പൗഡർ എന്തെങ്കിലും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ T-സോൺ ഏരിയാസും അൺഡ്രൈസ് ഏരിയാസും നിങ്ങൾ ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഓയിലി അതങ്ങ് വലിച്ചെടുത്തോളൂ. സൺക്രീം എല്ലാം ഇട്ടതിന് ശേഷം ഞാനൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ മറന്നുപോയതാണ്. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇടേണ്ട ഒരു കാര്യമാണ് ലിപ് ബാം. നമ്മൾ ഫേസ് ചെയ്യുന്നത് പോലെ തന്നെ ലിപ്പിനെയും കെയർ കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാമാണ്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളറാണ്. കളേഴ്സ് ഒന്നും ഇതിനകത്തില്ല, ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. നല്ലൊരു ലിപ് ബാമാണ്, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ലിപ് ബാമായിട്ട് ഇടുന്നത് ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്റ്റാണ്. നമ്മൾ ലിപ് ബാം ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ തന്നെ ലിപ് ബാം യൂസ് ചെയ്യുക. ഒരിക്കലും ലിപ് ബാം സ്കിപ്പ് ചെയ്ത് ഫേസും ലിപ്പും എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.